മോർണിംഗ് സുഹൃത്തുക്കളെ, വർക്കേഷന്റെ ഡേ 2 സ്വാഗതം. Turn right onto Palayam Airport Road. Continue on Palayam Airport Road for 1.5 kilometers. You've arrived. നമസ്കാരം സുഹൃത്തുക്കളെ, ഞാനാണ് നിങ്ങളുടെ ടിൻസോ ബ്രോ. ഞാനാണ് നിങ്ങളുടെ അഖിത. എന്തൊക്കെയുണ്ട് വിശേഷം? നിങ്ങൾക്കെല്ലാം സുഖമെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾ ഇപ്പം വർക്കേഷൻ എന്ന് പറയുന്ന ഒരു ട്രിപ്പിലാണ്. വർക്കും വെക്കേഷനും കൂടെ ഒരുമിച്ച് അങ്ങനെ കൊണ്ടുപോകാം എന്നുള്ള ഒരു എക്സ്പെരിമെൻറ്റേഷനിലാണ്. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ട്രിവാൻഡ്രത്താണ്. ഇന്ന് ഞങ്ങളുടെ ഡേ 2 ആണ്. നമ്മുടെ മെയിൻ എക്സ്പ്ലോറേഷൻ ടൈം എന്ന് പറയുന്നത് രാവിലെ വൈകുന്നേരമാണ്. അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നത് ആഴിമല ശിവ ടെമ്പിളും അതിൻ്റെ അടുത്തുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെയാണ്. ഓക്കെ, രാവിലെ വന്നാൽ ആഴിമല വന്നാൽ ഇതാണ് സ്ഥിതി. നമ്മളവിടെ വണ്ടി പാർക്ക് ചെയ്തിരുതാ നല്ല അടിപൊളി കാഴ്ചകളാണ് ഇവിടെ. ഇതാണ് ഫേമസ് ആഴിമല ശിവന്റെ പ്രതിമ. നമ്മളിവിടെ സൺറൈസ് ടൈമിന് മുന്നേ എത്താനായിട്ടാണ് പ്ലാൻ ചെയ്തത്. കറക്റ്റാണ് സൺറൈസ് ആയിട്ടില്ല ഇതുവരെ. ഗൂഗിൾ പറയുന്നത് 6:40 ഇപ്പൊ സമയം 6:42. ശരിക്കും ആ ഒരു സ്റ്റാച്യൂവിൽ ഭയങ്കര ഡീറ്റെയിലിംഗ് ആണ്. നമ്മൾ വേറെ എങ്ങും കാണാത്ത പോലെ ഒരു ഭയങ്കര റിച്ച് ഡീറ്റെയിലിംഗ് ഉള്ള പോലെ എനിക്ക് ഫീൽ ചെയ്തു. ശരിക്കും അതിൽ ശിവൻ്റെ ആ ഒരു ശൂലത്തുമേന്ന് വരുന്ന ആ ഒരു തുണിയുണ്ട്, അതിനടിയിൽ കെട്ടുകളുണ്ട്, കുറേ ഉണ്ടകളൊക്കെ ഉണ്ട്. പക്ഷെ അതുവരെ ഡീറ്റെയിലിംഗ് ആയിട്ട്, പിന്നെ ശിവൻ്റെ കഴുത്തിൽ കിടക്കുന്ന മാല, അതിലുള്ള ഡീറ്റെയിലിങ്സ്, പിന്നെ ദേവിയുടെ കയ്യിൽ മൈലാഞ്ചി ഉണ്ട്, അതുവരെ നമുക്കിതിൽ കാണാൻ പറ്റും. നമുക്ക് താഴെ നിന്ന് കഴിഞ്ഞാൽ അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട്, അതും ഭയങ്കര രസമായിട്ട്, നമുക്കിങ്ങനെ ഭയങ്കര ഫീല് തരുന്ന ഒരു സ്റ്റാച്യു ആണ്. ഭയങ്കര രസം. ഞാൻ ഇങ്ങനത്തെ ഒരു സ്റ്റാച്യു, ഇത്രയും ഡീറ്റെയിലിംഗ് ഉള്ള, ഇത്രയും ബ്യൂട്ടിഫുൾ ആയ ഒരു സ്റ്റാച്യു ആദ്യമായിട്ട് കാണുക. നമ്മൾ ശിവന്റെ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ തൊട്ടിപ്പുറത്ത് തന്നെ ഒരു ട്രെയിലുണ്ട്. ഒരു ചെറിയൊരു ട്രെയിൽ പോലെ ഉണ്ട്. ആ ട്രെയിലൊക്കെ ഇങ്ങനെ ഇറങ്ങി വന്നാലും നമ്മൾ ഈ നിൽക്കുന്ന സ്പോട്ടിലെത്തും. ഇവിടെ അടിപൊളി വൈബാണ്. ആക്ച്വലി എനിക്ക് തോന്നുന്നു വൈകുന്നേരമൊക്കെ ഇവിടെ ഭയങ്കര ക്രൗഡഡ് ആവുമെന്നാണ് എനിക്ക് അത് കണ്ടിട്ട് തോന്നുന്നത്. എല്ലാവരും പറഞ്ഞത് തന്നെയാണ്. രാവിലെ വരിക നല്ല സൂപ്പറാണ്, വൈകുന്നേരം ഒന്ന് വന്നിട്ട് പോവുക.
ഓക്കെ ഗൈസ്, സമയം ഇപ്പം ഏകദേശം 8 മണിയായി. 8 മണിയായപ്പോഴുള്ള തിരക്കാണ് കേട്ടോ. പയ്യെ തിരക്കായി തുടങ്ങി. 8 മണിയായപ്പോൾ ബസ്സൊക്കെ വരാൻ തുടങ്ങി. ഐഡിയൽ സമയം ഈസ് 6:30 ഇവിടെ എത്തൽ. ഞങ്ങളിപ്പോൾ ജസ്റ്റ് നമ്മുടെ ആഴിമല ടെമ്പിളിൻ്റെ അവിടെ നിന്ന് ഇറങ്ങുവാണ്. കുറേയൊക്കെ ഓർഗനൈസ്ഡ് ആണ്, പാർക്കിംഗ് ഒക്കെ കുറേയൊക്കെ ഓർഗനൈസ്ഡ് ആണ്. ഇവിടുത്തെ പാർക്കിംഗ് ഫുൾ ആയാൽ അവിടെ പേ പാർക്കിംഗ് ഒക്കെ ഉണ്ട് എത്തുന്നതിന് കുറച്ച് മുന്നേ, അതായത് ഒരു 1/2 കിലോമീറ്റർ ഒക്കെ മുന്നേ. അപ്പൊ നമ്മളൊരു 2 നല്ല അടിപൊളി ചായ ഒക്കെ കുടിച്ചു വിഴിഞ്ഞം ആഴിമല ടെമ്പിളിന്റെ അടുത്തുനിന്ന്. എന്നിട്ട് ഇപ്പൊ നമ്മള് അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് പോവാണ്. നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഒരു ഹിസ്റ്റോറിക്കൽ പ്ലേസ് ആണ്, റോക്ക് കട്ട് ടെമ്പിൾ. അതൊരു കേവ് ടെമ്പിൾ ആണ്, 8th സെഞ്ചുറിയിൽ ഉണ്ടാക്കിയതാണ്. ഇതാണ് സംഭവം. ഓക്കെ സുഹൃത്തുക്കളെ, ആ കാണുന്നതാണ് സംഭവം. ഒരു ആൽമരമുണ്ട് നൈസായിട്ട്. റോക്ക് കട്ട് ടെമ്പിൾ. ഒട്ടുമിക്ക ഗുഹാക്ഷേത്രങ്ങളുടെയും നിർമ്മാണം ആയി രാജവംശത്തിൻ്റെയും ചേര രാജവംശത്തിൻ്റെയും കാലത്താണ് നടന്നത്. ആണോ? ഞങ്ങൾ വെറുതെ കയറണോ എന്ന് വിചാരിച്ചിട്ടാണ്. ആണല്ലേ? 10 മിനിറ്റാ? ആ. ഇനി ഇവിടുന്ന് നേരെ റൈറ്റ് എടുക്കുക, ഈ റോഡ്. ഹാർബറിൽ എന്താ ഉള്ളത്? എനിക്കറിഞ്ഞൂടാ, ഹാർബറിൽ മീൻകാരായിരിക്കും. നമ്മളവിടെ റോക്കറ്റ് കേവ് ടെമ്പിളിന്റെ അവിടെ പുറത്ത് നിന്ന് വായിക്കുമായിരുന്നു ഇങ്ങനെ നിന്ന്. അപ്പൊ അവിടെ നിന്ന് ചേട്ടന്മാര് പറഞ്ഞു, നിങ്ങൾ ചാടിക്കടന്ന് വേണമെങ്കിൽ പോയി കണ്ടോ, അതിനുള്ളതേ ഉള്ളൂ എന്ന് പറഞ്ഞേ. പിന്നെ നമ്മള് വെറുതെ നിയമങ്ങൾ തെറ്റിക്കണ്ടല്ലോ. അപ്പൊ ആ ചേട്ടന്മാര് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഒരു 8:30 ആവുമ്പോഴേക്കും പുള്ളി വരും, നിങ്ങളെന്നാ കണ്ടിട്ട് വെക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ കയറി ഒരു അപ്പവും മുട്ടക്കറി അടുത്തുള്ള ഹോട്ടലിൽ നിന്ന് കഴിച്ചു. അടിപൊളിയായിരുന്നു. ഒരു നല്ല കോഫി കുടിച്ചു. അതിന് ഇപ്പൊ കൃത്യം 8:30 പക്ഷെ അവിടെ ആള് വന്നിട്ടില്ല. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഇവിടെ തൊട്ടടുത്താണ് വിഴിഞ്ഞം ഹാർബർ, എന്നാൽ അവിടെ വരെ പോയിട്ട് തിരിച്ചു വരാം. ആ സമയമാകുമ്പോൾ അത് തുറന്നിട്ടുണ്ടെങ്കിൽ കണ്ടിട്ട് പോവാലോ. ഹാർബറിൽ ഡ്രെഡ്ജിങ് ആട്ടോ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഡ്രെഡ്ജിങ് എന്ന് പറഞ്ഞ പ്രോസസ്സ്, കടലിൽ വഴി വെട്ടുന്ന സംഭവം. കാണാൻ വന്നതാ. മണലിൽ നിന്ന് എടുത്തോണ്ട് വന്നത്, മണൽ വെച്ചതല്ല. ഓക്കെ ഓക്കെ ഓക്കെ. പണിയൊക്കെ എടുക്കുന്ന അഗതിയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ സുഹൃത്തുക്കളെ, സമയം ഇപ്പോൾ ഏകദേശം 9:10 നല്ല ചൂടായി തുടങ്ങിയിട്ടുണ്ട് പയ്യെ. തിരുവനന്തപുരത്ത് നല്ല ചൂടാണ്. അപ്പോൾ രാവിലേക്ക് എക്സ്പ്ലോറേഷൻ അടിപൊളിയാണ്. ഇതിപ്പോൾ നമ്മൾ വിഴിഞ്ഞം ഹാർബർ കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ മറ്റേ റോക്കറ്റ് ടെമ്പിളിൽ നമ്മൾ കയറിയില്ല അതിലോ. അന്നേരം നമ്മൾ അങ്ങോട്ട് പോയി അവർ തുറന്നിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി നമ്മൾ പോവാണേ. തുറന്നിട്ടില്ലെങ്കിൽ നമുക്ക് ലൈറ്റ് ഹൗസിന്റെ അവിടെ ജസ്റ്റ് ഒന്ന് ഇറങ്ങിയിട്ട് വിടാം. ഓക്കെ സുഹൃത്തുക്കളെ, പിന്നെയും റോക്കറ്റ് ടെമ്പിളിലേക്ക് പക്ഷെ പിന്നെയും തുറന്നിട്ടില്ല. 9:15 എന്നിട്ടും തുറന്നിട്ടില്ല. അതെ, 10 മണിയൊക്കെ ആകുമ്പോഴത്തേനും ആയിരിക്കും തുറക്കുക. അപ്പൊ ഇന്ന് നമുക്ക് കണ്ടോ എല്ലാരും കണ്ടു. ഇത്രയും ഞങ്ങളും കണ്ടുള്ളൂ. ലൈറ്റ് ഹൗസ് പോലെ. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ വിഴിഞ്ഞം ലൈറ്റ് ഹൗസിന്റെ അവിടെ എത്തി. ഇതിന്റെ ബാക്കിലാണ് ലൈറ്റ് ഹൗസ്. പക്ഷെ കോവിഡിന് ശേഷം ഇതുവരെ ലൈറ്റ് ഹൗസ് ഓപ്പൺ ആയിട്ടില്ല. അതുകൊണ്ട് ഇപ്പൊ ഓപ്പണേ അല്ല. പിന്നെ ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റില്ല. വണ്ടി പാർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ മുകളിലത്തെ റോഡിൽ പാർക്ക് ചെയ്തിട്ട് താഴത്തോട്ട് ഇറങ്ങി വരണം. അപ്പൊ ഇവിടെ വരെ വണ്ടിക്ക് പോകാനുള്ള അനുവാദം ഉള്ളൂ എന്നാണ് ആ പോലീസ് പറഞ്ഞത്. എവിടെങ്കിലും എത്തിയില്ലെങ്കിൽ നമ്മൾ തിരിച്ചു പോകും. അതിനുള്ളിൽ സാറ്റ് കളിച്ചാലോ? അതെ, നോക്കി സാധനങ്ങൾ രസമല്ലേ? പിന്നെ പൊളി. ഇതാ നമ്മൾ ചുമ്മാ ഇതിന്റെ അകത്തൂടെ ഒക്കെ നടക്കല്. ഓരോ വട്ടുകാലുണ്ടല്ലോ. ഞാൻ ചാടുവാണ് ഇവിടുന്ന് ചാടാനുള്ള സമയം. കടൽ താഴെ കടൽ.
ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ ഇന്നത്തെ രാവിലത്തെ എക്സ്പ്ലോറേഷൻ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി വൈകുന്നേരം ഇന്ന് അഖിതയ്ക്ക് മീറ്റിംഗുള്ള ദിവസമാണ്. അന്നേരം മിക്കവാറും വൈകുന്നേരം ജസ്റ്റ് ഫുഡ് എക്സ്പ്ലോറേഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. നമുക്ക് നോക്കാം. അപ്പോൾ വൈകുന്നേരം കാണാം കേട്ടോ. എന്തോ ഭയങ്കര തീപിടുത്തമാണേ. തീപിടുത്തം ഉണ്ടായോ? ഓടിയോ? എന്താണ്? ഞങ്ങളിവിടെ എത്തിട്ടോ, എത്താറായി 5 മിനിറ്റ്. എടി ഇവിടെ എന്തോ വലിയ തീപിടുത്തം, എന്തോ ഒരു ബിൽഡിംഗ് ആണോ? ഞങ്ങളിവിടെ ബ്രിഡ്ജ് കയറുവാടി. ഓക്കെ സുഹൃത്തുക്കളെ, ഞാൻ അങ്ങനെ അഖിതേനെ ഇവിടെ അഖിതേൻ്റെ ഫ്രണ്ടിൻ്റെ ഫ്ലാറ്റിൽ ഡ്രോപ്പ് ചെയ്തിട്ട് ഞാൻ വണ്ടിയിൽ വെച്ചൊരു ഫ്യൂസ് പോയി നമ്മുടെ ഇതിലേക്കുള്ള ചാർജറിലേക്കുള്ള. ഞാൻ ലാപ്ടോപ്പ് കുത്തിയതാണ്. അന്നേരം ഫ്യൂസ് ഒന്ന് ശരിയാക്കട്ടെ. അവിടെ കിട്ടി ബോയ്സ്, ഇതുണ്ടോ ഫ്യൂസ് പോയത്? യെസ്, അടിപൊളി. അതേ നമുക്ക് ഇതിനകത്തോടെ ചാർജ് ചെയ്യാം. അങ്ങനെ തിന്നാനും കുടിക്കാനുള്ള സാധനമൊക്കെ വാങ്ങി. അപ്പാ സെറ്റ്. Take the next left onto Rasamudu Kusavila Road, then turn left onto National Highway 66. Take the next left onto National ഓക്കെ സുഹൃത്തുക്കളെ, അത് അഗതിയില്ല. അപ്പോൾ ഞാൻ പാരഗണി കയറി കളിക്കുവാണ്. പാരഗണി കയറി കഴിക്കുവാണ്. മാക്സിമം ടൈം അതിന് മുന്നേ സ്പെൻഡ് ചെയ്യില്ല. ഓക്കെ സുഹൃത്തുക്കളെ, അപ്പോൾ ഇതാണ് നമ്മുടെ രാജാണ്ണ. അപ്പോൾ നമ്മുടെ രാജാണ്ണനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ വീഡിയോയിൽ തുടക്കം മുതൽ തന്നെ, അതായത് ഞാൻ യൂട്യൂബ് തുടങ്ങി ഏകദേശം ഒരു 1000-2000 സബ്സ്ക്രൈബേഴ്സ് നിൽക്കുമ്പോൾ തന്നെ വിഷസ് ഫ്രം ട്രിവാൻഡ്രം എന്ന് പറഞ്ഞിട്ട് എങ്ങനെ കമൻറ്റിൻ്റെ അടി ഇങ്ങനെ കിടക്കും. അപ്പോൾ ഇതാണ് ആൾ. നിങ്ങൾ ഏത് വീഡിയോ എടുത്താലും അതിൻ്റെ അടിയിൽ ഈ സംഭവം ഉണ്ടാവും. അപ്പം രാജാണ്ണനെ നമ്മൾ കാണണമെന്ന് വിചാരിക്കുന്ന ടോപ്പ് 10 ലിസ്റ്റിൽ ഏകദേശം നമ്പർ 1 ആയിട്ട് നിൽക്കുന്ന ഒരാളാണ് നമ്മുടെ രാജാബ്രോ. തിരുവനന്തപുരം വന്ന രാജാബ്രോനെ കണ്ടിരിക്കണം എന്നുള്ള മസ്റ്റാണ്. എന്താണേലും മീറ്റ് ചെയ്യണമെന്നൊരു ഭയങ്കര സന്തോഷമുണ്ട് രാജാബ്രോ മീറ്റ് ചെയ്തത്. എനിക്ക് സന്തോഷം. അപ്പോൾ ഇതാണ് നമ്മുടെ രാജാബ്രോയ്ക്ക് എല്ലാവർക്കും ഒരു ലൈക്ക് കൊടുക്കട്ടോ. രാജാബ്രോ ചുമ്മാ ഒന്നുമല്ല, നമുക്കൊരു അടിപൊളി കേക്കൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. എന്താ നമ്മുടെ വീഡിയോ എഡിറ്റിംഗ് പരിപാടിയെല്ലാം നടന്നിരിക്കുന്നത്, നല്ല കേക്കൊക്കെ ഉണ്ട്. താങ്ക് യു വെരി മച്ച് രാജാബ്രോ, താങ്ക് യു വെരി മച്ച്. അപ്പോൾ ശരി, റോട്ടിൽ കാണാം. ഇനി ഞാൻ ഇവിടുന്ന് നേരെ അഖിതനെ കൂട്ടാൻ വേണ്ടി പോവും. അഖിതനെ കൂട്ടി കഴിഞ്ഞിട്ട് ഞങ്ങൾ ഉസ്താദ് ഹോട്ടലിലൊരു ഡിന്നർ, അതാണ് ഞങ്ങളുടെ പ്ലാൻ. അപ്പോൾ ശരി, കാണാം. ഓക്കെ, നമ്മൾ ഇറങ്ങുകയാണ് വീട്ടിൽ നിന്ന്. അഖിതേനെ ഫ്രണ്ടിനെ പോയി പിക്ക് ചെയ്യണം, അതാണ് ടാർഗറ്റ്. ഓക്കെ സുഹൃത്തുക്കളെ, ഇതാ അഖിതേൻ്റെ കൂടെ വേറൊരാളും കൂടെ കുട്ടിയിരിക്കുകയാണ്. ഇതാണ് ചിപ്പി, അഖിതേൻ്റെ ഫ്രണ്ട്, ഭയങ്കരമായ ഫ്രണ്ട്. ഇനി ഞങ്ങളുടെ മെയിൻ ഫോട്ടോഗ്രാഫറാണ് തങ്ക. ഓഹോ, ഞാൻ നിങ്ങളുടെ ഫോട്ടോഗ്രാഫറാണ്, നിങ്ങൾ എൻ്റെ ഫോട്ടോഗ്രാഫറാണ് കാണുന്നത്. ഇത് ടിൻസോ ബ്രോ, ഇത് ഇപ്പോഴത്തെ ചിപ്പി സിസ്. Your destination is on the right. Okay, your destination is on the right. ഇത് ടിൻസോ ബ്രോ എൻ്റെ ഫ്രണ്ട് റെക്കമെൻഡ് ചെയ്തതാണ്. ഞങ്ങൾ ഉസ്താദ് ഹോട്ടലിൽ കയറിയിട്ട് കൊഞ്ചും കണവയും അവോലിയും ഓർഡർ ചെയ്തു. അവോലിയും കൊഞ്ചും വന്നോടെ അഖിത നേരെ കൊഞ്ചിനകത്തുള്ള ഒരു മസാല എടുത്ത് നേരെ വായിലേക്കിട്ടുള്ള എക്സ്പ്രഷനാണിത്. ആഹാ. പിന്നെ ഞാനൊരു കഷ്ണം കണവയും കുറച്ച് ഉള്ളി എടുത്ത് നേരെ വായിലേക്കിട്ടു. ആഹാ, പൊളി, സൂപ്പർ. അതിനിടയ്ക്ക് ദോശയും പൊറോട്ടയും വന്നായിരുന്നു. പിന്നെ ഞാനൊരു കണവേൻ്റെ കഷ്ണം എടുത്ത് പൊറോട്ടയ്ക്കകത്തൊന്ന് റോൾ ചെയ്ത് പതിയെ ഗ്രേവിയിൽ അങ്ങോട്ട് മുക്കി എന്നിട്ട് വായിലേക്ക് അങ്ങോട്ട് വെച്ച്. ആഹാ, അടിപൊളി. അതിനിടയ്ക്ക് അതിവിദഗ്ധമായ രീതിയിൽ അഖിത കൊഞ്ചിൻ്റെ തോട് പൊളിച്ച് തിന്നുന്നുണ്ടായിരുന്നു. ഞാനും ഒരു കൊഞ്ചിൻ്റെ അടുത്ത് എൻ്റെ പ്ലേറ്റിലേക്ക് എടുത്തിട്ട് പയ്യെ എൻ്റെ തോട് പൊളിച്ച് തുടങ്ങി. നൈസായിട്ട് ചിപ്പി ദോശയെല്ലാം തിന്നു തീർക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാനൊരു കഷ്ണം പൊറോട്ട എടുത്ത് നേരെ ഗ്രേവിക്കകത്ത് മുക്കി കുതിരാൻ വെച്ച്. പിന്നെ കുറച്ച് ഉള്ളി മസാല എടുത്ത് പൊറോട്ടൻ്റെ മേലെ വെച്ച് ചെറുതായിട്ടൊരു കൊഞ്ച് കഷ്ണം എടുത്ത് അതിന് മേലെ വെച്ച് എന്നിട്ടത് റോളാക്കി വായിലേക്ക് അങ്ങ് വിഴുങ്ങി. ആഹാ, വാ ഫുള്ള്. ഞങ്ങൾ കഴിപ്പം ഇങ്ങോട്ട് തുടർന്നപ്പോഴാണ് ചേട്ടൻ സുലൈമാനി കൊണ്ടുവച്ചത്. ആഹാ, 2 കളറുള്ള സുലൈമാനി, പൊളി. പൊറോട്ടയും ദോശയും സുലൈമാനി എല്ലാം കാലിയായിക്കൊണ്ടിരുന്നു. അതിനിടയ്ക്കാണ് നമ്മുടെ ചിപ്പി ഒരു അവലിൻ്റെ ഒരു കഷ്ണം നുള്ളിയെടുത്ത് വായിൽ വെച്ചത്. ടേസ്റ്റ് കൂടി പോയതാണാവോ. ആഹാ, ഒരു അടിപൊളി എക്സ്പ്രഷൻ ആയിരുന്നത്. കണ്ടുപിടിച്ച് കളഞ്ഞല്ലോ ഞങ്ങൾ. ഉസ്താദ് ഹോട്ടൽ. ഓക്കെ സുഹൃത്തുക്കളെ, അങ്ങനെ നമ്മൾ ഉസ്താദ് ഹോട്ടലിൽ നിന്ന് അടിപൊളി ഡിന്നർ, നല്ല പൊളപ്പൻ ഡിന്നർ. എങ്ങനെയായിരുന്നു? അടിപൊളിയായിരുന്നു.
അവർ ഗസ്റ്റ് ചിപ്പി എങ്ങനെയാണോ? ഓക്കെ സുഹൃത്തുക്കളെ, അങ്ങനെ നമ്മളെ ചിപ്പിന്റെ ഫ്ലാറ്റില് നമ്മളെ വിട്ടിട്ട് പോവാണ്. അപ്പൊ റെഡി. നമ്മള് ചിപ്പിനെ ഫ്ലൈറ്റിൽ വിട്ടിട്ട് പോകും. യെസ്, അത് തന്നെ സംഭവിച്ചിരിക്കുന്നത്. ഓക്കെ, ബൈ ബൈ ചിപ്പി. അപ്പോൾ ഡേ 2 എക്സ്പ്ലോറേഷൻ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഞങ്ങളിത് ആ വീട്ടിൽ മടങ്ങിയെത്തി. ഡേ 2 ഈവനിങ് നമുക്ക് അത്രയ്ക്കൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ ജസ്റ്റ് ഉസ്താദ് ഹോട്ടലിൽ പോയി ഫുഡ് മാത്രമേ അടിച്ചുള്ളൂ. ബിക്കോസ് എനിക്കിന്ന് ക്ലയന്റ് കോളും കാര്യങ്ങളൊക്കെ ഉള്ള ദിവസമായിരുന്നു. അപ്പോൾ വർക്ക് തീർന്നപ്പോൾ തന്നെ 7:45 അതുകൊണ്ടാണ്. വർക്ക് ഫ്രം ഹോമിൽ വരാവുന്ന ചില സാങ്കേതിക തടസ്സങ്ങൾ. ഓക്കെ, അപ്പോൾ നമ്മൾ വീട്ടിലെത്തി. നാളെ രാവിലെ നമ്മുടെ പ്ലാൻ എന്ന് വെച്ചാൽ അടുത്ത വീഡിയോ ജടായുപ്പാറ പോകാനാണ്. അപ്പോൾ ജടായുപ്പാറേൻ്റെ ഹിസ്റ്ററിയും കാര്യങ്ങളും അവിടുത്തെ എന്തോ ഒരു പ്രതിഷ്ഠയാണ് നാളെ. അപ്പോൾ നാളെ രാവിലെ ഞങ്ങൾ 5 മണിക്ക് ഇറങ്ങണം. അപ്പോൾ ഇപ്പോൾ സമയം 11 മണിയായി. 5:30 ഇറങ്ങുന്നു. 6 മണിക്കൂർ കറക്റ്റ് ഇറക്കും. അപ്പോൾ ശരി, റോട്ടിൽ കാണാം. നിങ്ങളുടെ സ്വന്തം ടിൻസോ ബ്രോ ആൻഡ് അഖിത. സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ എല്ലാം ഞാൻ പറയണ്ടല്ലോ. സുലാൻ മസ്സലാമ. ഉസ്താദ് ഹോട്ടൽ.